നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ സഹായത്തോടെ ജീവിക്കുന്ന പിതാവിന്റെ ജീവൻ നിലനിർത്താൻ വൈദ്യുതി വേണം. 6 മാസമായി വോൾട്ടേജ് ഇല്ലാത്തതിനാൽ പിതാവിന്റെ ജീവൻ അപകടത്തിലാണ്. KSEBയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് 2 കുഞ്ഞുങ്ങൾക്കൊപ്പം ദമ്പതിമാർ കടുത്തുരുത്തിയിലെ KSEB ഓഫീസിലേക്ക് താമസം മാറ്റി. ഇന്നലെ രാത്രി 10 മണിയോടെ കടുത്തുരുത്തി KSEB ഓഫീസിലാണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. എഴുമാന്തുരുത്ത്, കച്ചുരുത്ത്, കുഴിമറ്റം, മ്യാലിൽ ബിബിൻ, ഭാര്യ ചിഞ്ചു, മക്കളായ ജോർജി, മിക്കി എന്നിവരാണ് പായും തലയിണയുമായി KSEB ഓഫീസിലെത്തി താമസം ആരംഭിച്ചത്. 6 മാസമായി താനും കുടുംബവും KSEBയുടെ അനാസ്ഥ മൂലം ദുരിതം അനുഭവിക്കുകയാണെന്നും പരിഹാരമുണ്ടാകാതെ തങ്ങൾ പോകില്ലെന്നും ബിബിൻ പറഞ്ഞു. നിങ്ങളുടെ വീടിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 6 മാസം 120 ദിവസമായി പാടം അരി അരിക്കാൻ പറ്റില്ല, മുളകടിക്കാൻ പറ്റില്ല, ഒരു മൊബൈൽ ചാർജ് പേടിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. 10,000 രൂപയുടെ സാധനമല്ല പോകുന്നത്. മാത്താങ്കരയിൽ നിന്നുള്ള ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി ലൈൻ വലിച്ചിരിക്കുന്നത്. ഇവർ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾക്ക് നിരന്തരം വോൾട്ടേജ് പ്രശ്നം നേരിടുന്നുണ്ട്. ഇതുമൂലം രാത്രിയും പകലും ഒരു ഉപകരണങ്ങൾ പോലും പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്കും KSEB അധികൃതർക്കും പരാതി നൽകി ബിബിൻ 6 മാസമായി KSEB ഓഫീസ് കയറി ഇറങ്ങുകയാണ്. ഇപ്പോൾ ശരിയാക്കി തരാം എന്നായിരുന്നു അധികൃതരുടെ മറുപടിയെന്നും ബിബിൻ പറയുന്നു. ഏതാനും ദിവസങ്ങളിലായി വീട്ടിൽ ഒട്ടും വോൾട്ടേജ് ഇല്ലാത്ത സ്ഥിതിയാണ്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിക്കുന്നില്ല. അതിനാൽ പിതാവ് ജോസിന്റെ ജീവൻ അപകടത്തിലാണ്. ശ്വാസം കിട്ടാത്ത അവസ്ഥ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. കടുത്ത ചൂടിൽ കുഞ്ഞുങ്ങളുമായി വീട്ടിൽ കിടന്നുറങ്ങാനും കഴിയുന്നില്ല. നിവർത്തിയില്ലാതെയാണ് രാത്രി കടുത്തുരുത്തി KSEB ഓഫീസിൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായി എത്തിയത് എന്ന് ബിബിൻ പറഞ്ഞു. രാത്രി വൈകി KSEB അധികൃതരുമായി ചർച്ച നടത്തുകയും പ്രശ്നം പരിഹരിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും KSEB അറിയിച്ചു. നിലവിൽ കോപ്പർ ലൈനുകളിലാണ് കണക്ഷൻ നൽകിയിരിക്കുന്നത്. ഇതുമൂലമാണ് വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്നതെന്നും ഈ ലൈൻ മാറ്റി അലുമിനിയം ലൈനുകൾ സ്ഥാപിക്കുമെന്നും KSEB ജീവനക്കാർ പറഞ്ഞു. കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത.